നമസ്കാരം, ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. ആറ്റുകാൽ ക്ഷേത്ര ഐതിഹ്യമാണ് ഇന്ന് പറയുന്നത്. ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ കണ്ണകിയുടെ കഥ പറയാതിരിക്കാൻ വയ്യ. സംഘകാലത്ത് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇളങ്കോവടികൾ രചിച്ച ചിലപ്പതികാരം എന്ന തമിഴ് ഇതിഹാസ കാവ്യത്തിലാണ് വീരനായികയായ കണ്ണകിയുടെ കഥ പറയുന്നത്. ചോള സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു കാവേരിപ്പൂം പട്ടണം. ഇവിടെ മാണിക്യൻ എന്ന വലിയ രത്നവ്യാപാരി ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകളായിരുന്നു കണ്ണകി. കണ്ണകിക്ക് 12 വയസ്സ് പ്രായമായി. അന്നത്തെ നാട്ടുനടപ്പനുസരിച്ച് കണ്ണകിക്ക് വിവാഹപ്രായമായി. മാണിക്യൻ തന്റെ മകളായ കണ്ണകിക്ക് അനുരൂപനായ ഒരു വരനെ അന്വേഷിച്ചു. ആ പട്ടണത്തിൽ തന്നെ താമസിച്ചിരുന്ന ഒരു വലിയ വർദ്ധക പ്രമാണിയായിരുന്നു മാഷാത്തുവ. അദ്ദേഹത്തിന്റെ മകനായിരുന്നു കോവലൻ. കോവലനെ കൊണ്ട് കണ്ണകിയെ വിവാഹം ചെയ്യിപ്പിച്ചു. വളരെ ആനന്ദകരവും ആർഭാടപൂർവവുമായിരുന്നു അവരുടെ ദാമ്പത്യം. അങ്ങനെയിരിക്കെ കോവലൻ ഒരു നൃത്തോത്സവം കാണാനിടയായി. അവിടെ വെച്ച് മാധവി എന്ന നർത്തകിയെ പരിചയപ്പെട്ടു. ആട്ടക്കാരി മാധവിയുമായി കോവലന് അടുപ്പമായി. അപ്സര സൗന്ദര്യയായ അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരാവാത്തവരായി ആരുമില്ല. ചോള ഭൂപതിയുടെ മുൻപിൽ നൃത്തമാടിയ ആ നടനവേശിയിൽ കോവലൻ കാമാസക്തനായി. അവൾക്ക് രത്നമാലകൾ സമ്മാനമായി നൽകി അവളെ പ്രാപിക്കുകയും വിവേകം കാമത്തിന് വഴിമാറിയതോടെ പാവം കണ്ണകിയെ അവൻ മറക്കുകയും ചെയ്തു. കോവലൻ മാധവിയെ പിരിയാനാവാത്ത വിധം അവിടെ പാർത്തു. തന്റെ സമ്പാദ്യമെല്ലാം അവൾക്കു നൽകി. എന്നാൽ കണ്ണകി കോവലൻ ഉപേക്ഷിച്ച നാൾ മുതൽ ചമയങ്ങളെല്ലാം ഉപേക്ഷിച്ച് തന്റെ മുടിയെല്ലാം അലസമായി വിതറിയിട്ട് തന്റെ പ്രിയതമനെ കാത്തിരുന്നു. കണ്ണകി വിരഹദുഃഖത്താലും മാധവി ആനന്ദത്താലും മുഴുകി. തന്റെ സ്വപ്നത്തിൽ നിരന്തരം കണ്ണകിയുടെ രൂപം തെളിഞ്ഞുവരുന്നു. അങ്ങനെയായപ്പോൾ താൻ ചെയ്ത മഹാപാപത്തെക്കുറിച്ച് അയാൾ ഓർത്തു. അതിനിടയിൽ കോവലന്റെ സമ്പത്തെല്ലാം തീർന്നു. പിന്നെ സമ്പത്തെല്ലാം തീർന്നപ്പോൾ മാധവിക്ക് കോവലനെ വേണ്ടാതെയായി. വീട്ടിൽ നിന്നും കോവലനെ മാധവി പുറത്താക്കി. എന്നേക്കുമായി മാധവിയെ ഉപേക്ഷിച്ച് തന്റെ ധർമ്മപത്നിയുടെ അരികിലേക്ക് കോവലൻ ഓടിച്ചെന്നു. എല്ലാം നഷ്ടപ്പെട്ട് നിരാശനായിക്കൊണ്ട് കണ്ണകിയുടെ അടുത്തേക്ക് ഓടി വന്ന കോവലനെ പതിവ്രത രത്നമായ കണ്ണകി വളരെ സന്തോഷപൂർവം തന്റെ ഭർത്താവിനെ സ്വീകരിച്ചു. അവൾക്ക് മുൻപിൽ മനസ്സു തുറന്ന് അദ്ദേഹം മാപ്പപേക്ഷിച്ചു. അവൾ ഭർത്താവിനെ യാതൊരു രീതിയിലും കുറ്റപ്പെടുത്തിയില്ല. വിഷണ്ണനായിരിക്കുന്ന കോവലനെ ആശ്വസിപ്പിച്ചുകൊണ്ട് കണ്ണകി പറഞ്ഞു, നമ്മുടെ കഷ്ടകാല സമയത്ത് നമുക്ക് സംഭവിച്ചതെല്ലാം ഇനി മറന്നുകളയാം. ഇനി നമുക്കൊരു പുതിയ ജീവിതം ആരംഭിക്കാമെന്നും അവർ തീരുമാനിച്ചു. തന്റെ സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ട കോവലന് പുതിയൊരു ജീവിതം ആരംഭിക്കുവാൻ തന്റെ കയ്യിൽ ഒരു സമ്പത്തും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു വ്യാപാരം ചെയ്തു ജീവിക്കണമെങ്കിൽ ധനം ആവശ്യമാണ്. അതു കേട്ടപ്പോൾ കണ്ണകി തന്റെ കാൽച്ചിലമ്പ് ഒരെണ്ണം അഴിച്ചെടുത്തുകൊണ്ട് കോവലനു നേരെ നീട്ടി. ഈ കാൽച്ചിലമ്പ് വെറും ഒരു കനകച്ചിലമ്പല്ല. ഇതിൽ അമൂല്യങ്ങളായ രത്നങ്ങളാണുള്ളത്. ഇത് വിറ്റു കിട്ടുന്ന ധനം കൊണ്ട് വ്യാപാരം നടത്താൻ വേണ്ടതിലേറെ പണം കിട്ടും. അതുകൊണ്ട് നമുക്ക് സുഖമായി ജീവിക്കുകയും ചെയ്യാം. എന്നാൽ ഈ നാട്ടിൽ ഞാൻ അറിയപ്പെടുന്ന ഒരു സമ്പന്നനാണ്. ഇവിടെ ചിലമ്പ് വിൽക്കാൻ നടക്കുന്നത് വളരെ അപമാനകരമായ കാര്യമാണ്. അതിനാൽ നമുക്ക് ദൂരെയുള്ള മറ്റൊരു പട്ടണത്തിലേക്ക് മാറാമെന്നും അവർ തീരുമാനിച്ചു. അവർ മധുരയിലേക്ക് യാത്ര തുടങ്ങി. ദിവസങ്ങളോളം അവർ കാൽനടയായി യാത്ര ചെയ്തു. യാത്രക്കിടയിൽ ഒരു സത്രത്തിൽ തങ്ങാനിടയായ അവർ ഒരു സന്യാസിയെ പരിചയപ്പെടുകയും താൻ കൂടി ആ മധുര നഗരത്തിലേക്ക് പോരുന്നുണ്ട് എന്ന് പറഞ്ഞ് സന്യാസിയും ഇവരുടെ കൂടെ മധുരയിലേക്ക് യാത്രയായി. മനസ്സിലെ വലിയ സ്വപ്നങ്ങളുമായി അവർ മധുരയിലെത്തി. സന്യാസിനി കൂടെയുള്ളതുകൊണ്ട് അവർക്ക് അവിടെ ഒരു ജമ്മിയുടെ കളപ്പുരയിൽ താമസ സൗകര്യം ലഭിച്ചു. പിറ്റേ ദിവസം രാവിലെ ചിലമ്പുകൾ വിൽക്കാൻ കോവലൻ പട്ടണത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. എന്നാൽ ആ ഇടയ്ക്കാണ് പാണ്ഡ്യരാജ്ഞിയുടെ മുത്തുകൾ നിറച്ച ചിലമ്പ് മോഷണം പോയത്. എന്നാൽ ഇതൊന്നും അറിയാതെയാണ് കോവലൻ രത്നച്ചിലമ്പുമായി വ്യാപാരിയുടെ അടുക്കലെത്തിയത്. ചിലമ്പ് വിൽക്കുവാനെത്തിയത് കൊട്ടാരം തട്ടാന്റെ അടുത്തായിരുന്നു. അദ്ദേഹമാണ് രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചത്. അവസരം മുതലാക്കി തട്ടാൻ കോവലനാണ് ചിലമ്പ് മോഷ്ടിച്ചതെന്ന് രാജാവിനെ അറിയിക്കുന്നു. ചിലമ്പ് അന്വേഷിച്ച് നടന്നിരുന്ന
പാണ്ഡ്യരാജാവിന്റെ ഭടന്മാരുടെ മുൻപിൽ കോവലൻ അകപ്പെട്ടു. രാജ്ഞിയുടെ ചിലമ്പാണെന്ന് തെറ്റിദ്ധരിച്ച് അവർ കോവലനെ മോഷ്ടാവാണെന്ന് മുദ്രകുത്തി പാണ്ഡ്യരാജാവിന്റെ സദസ്സിൽ എത്തിച്ചു. കണ്ണകിയുടെ ചിലമ്പും രാജ്ഞിയുടെ ചിലമ്പും കാഴ്ചയിൽ ഒരുപോലെയായിരുന്നു. രാജാവ് യാതൊരു അന്വേഷണവും കൂടാതെ കോവലന്റെ തല ഛേദിക്കുവാൻ ഉത്തരവിട്ടു. കോവലനെ വധിച്ചു. കണ്ണകി വൈഗാനദിയിൽ സ്നാനം ചെയ്യവേ തന്റെ പ്രിയതമന്റെ വിയോഗ വാർത്ത അവൾ അറിഞ്ഞു. മോഹാലസ്യപ്പെട്ടുകൊണ്ട് അവൾ നിലംപതിച്ചു. ജനം നെടുവീർപ്പിട്ട് പകച്ചു നിന്നുപോയി. അവൾ പ്രതികാര ദുർഗയായി ഉയർത്തെഴുന്നേറ്റ് കൊട്ടാരം ലക്ഷ്യമാക്കി പാഞ്ഞു. തന്റെ കാന്തന്റെ ശരീരം കണ്ട് അവൾ കത്തിജ്വലിച്ചു. തന്റെ വലത്തെ കൈയിൽ ചിലമ്പുമായി അവൾ രാജാവിനു നേരെ പാഞ്ഞടുത്തു. കണ്ണകി ഭദ്രകാളിയാം വണ്ണം അലമുറയിട്ടുകൊണ്ട് രാജാവിനു നേരെ ആക്രോശിച്ചുകൊണ്ട് അവൾ ചോദിച്ചു, രാജ്ഞിയുടെ ചിലമ്പിൽ മുത്തോ രത്നങ്ങളോ? അതുകേട്ട പാണ്ഡ്യരാജൻ പറഞ്ഞു, ഇതിലെന്താണ് സംശയം? വിലപിടിപ്പുള്ള മുന്നാഴി മുത്തുകൾ കൊണ്ടാണ് ഈ ചിലങ്ക പണിതിരിക്കുന്നതെന്ന്. കണ്ണകി തന്റെ കനകച്ചിലങ്കയിൽ എന്താണെന്ന് നോക്കിക്കൊള്ളാൻ പറഞ്ഞുകൊണ്ടിട്ട് തന്റെ മറുചിലമ്പ് രാജാവിന്റെ മുൻപിലേക്ക് വലിച്ചെറിഞ്ഞു. ചിലമ്പ് തകർന്ന് അതിൽ നിന്ന് രത്നങ്ങൾ ചിന്നിച്ചിതറി. അതുകണ്ട രാജാവ് നടുങ്ങിപ്പോയി. രാജാവിനു പറ്റിയ മഹാപാപം പറഞ്ഞുകൊണ്ട് അവൾ ശപിച്ചു. കോവലൻ വിൽക്കാൻ കൊണ്ടുവന്ന രത്നങ്ങളുള്ള ചിലമ്പായിരുന്നുവെന്നും താൻ ചെയ്തത് തെറ്റായിപ്പോയി എന്നും രാജാവിന് അപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ കണ്ണകി താൻ ജീവന് തുല്യം സ്നേഹിച്ച കോവലന്റെ നിരപരാധിത്വം തെളിയിച്ചു. സത്യത്തിന്റെ കനൽ അദ്ദേഹത്തെ ചുട്ടെരിച്ചു. രാജാവ് അപ്പോൾ തന്നെ ബോധരഹിതനാവുകയും ആ നിമിഷം മരണപ്പെടുകയും ചെയ്തു. കുറ്റബോധം കൊണ്ട് പാണ്ഡ്യപത്നിയായ മഹാറാണിയും കണ്ണകിയോട് മാപ്പിരന്നു. രാജാവിന്റെ മൃതദേഹത്തിനരികിൽ തൊഴുകൈകളോടെ രാജ്ഞിയും പ്രാണൻ വെടിഞ്ഞു. അതുകൊണ്ടൊന്നും കണ്ണകിയുടെ കോപം ശമിച്ചില്ല, ജ്വലിച്ചുകൊണ്ടേയിരുന്നു. കണ്ണകി തന്റെ ഒരു മാറിടം മധുരയിലേക്ക് വലിച്ചു പറിച്ചെറിഞ്ഞു. മാറിടത്തിൽ നിന്നും വീണ രക്തം ആളിക്കത്താൻ തുടങ്ങി. കണ്ണകിയുടെ പാതിവൃത്യത്തിന്റെ ശക്തിയാലും കോപാഗ്നിയാലും മധുരാ നഗരം കത്തിച്ചാമ്പലാകട്ടെ എന്ന് ശപിച്ചു. നഗരം കത്തിനശിച്ചു. മധുര മീനാക്ഷി ക്ഷേത്രം വരെ തീ പടർന്നു. മധുര ദേവതയായ മീനാക്ഷി ദേവിയുടെ അപേക്ഷയനുസരിച്ച് ശാപം പിൻവലിച്ചു. മീനാക്ഷി ദേവി കണ്ണകിയെ അനുഗ്രഹിക്കുകയും ചെയ്തു. അതിനുശേഷം കണ്ണകി കൊടുങ്ങല്ലൂരിനെ ലക്ഷ്യമാക്കി നടക്കുകയും ക്ഷേത്രബിംബത്തിൽ ലയിച്ചു ചേരുകയും ചെയ്തുവെന്നാണ് വിശ്വാസം. ഇനി കൊടുങ്ങല്ലൂരമ്മ ആറ്റുകാൽ ക്ഷേത്രത്തിലെ ദേവിയായി മാറിയത് എങ്ങനെയെന്ന് നോക്കാം. ആറ്റുകാൽ പ്രദേശത്തെ ഒരു മുഖ്യ തറവാടായിരുന്നു മുല്ലവീട്ടിൽ തറവാട്. അവിടത്തെ ഭഗവതി ഭക്തനായിരുന്ന ഒരു കാരണവർ ഒരു ദിവസം കിള്ളിയാറ്റിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചെറിയ പെൺകുട്ടി വന്ന് തന്നെ ആറിനക്കരെ ഒന്ന് എത്തിക്കാമോ എന്ന് ചോദിച്ചു. നല്ല ഒഴുക്കുണ്ടെങ്കിലും തന്റെ മുതുകിൽ കയറ്റി ബാലികയെ മറുകരയിൽ കൊണ്ടെത്തിച്ചു. തന്റെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത് ബാലികയെ വീട്ടിൽ താമസിപ്പിക്കാമെന്ന് വിചാരിച്ചെങ്കിലും പെട്ടെന്ന് ബാലിക അപ്രത്യക്ഷയായി. അന്ന് രാത്രിയിൽ കാരണവർ കണ്ട സ്വപ്നത്തിൽ സാക്ഷാൽ ആദിപരാശക്തിയും പ്രപഞ്ചനാഥയുമായ ഭഗവതി പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ അരുളി, നിന്റെ മുന്നിൽ ബാലികാരൂപത്തിൽ ഞാൻ വന്നപ്പോൾ നീ അറിഞ്ഞില്ല. ഞാൻ അടയാളപ്പെടുത്തുന്ന സ്ഥലത്ത് ക്ഷേത്രം പണിത് എന്നെ കുടിയിരുത്തണം. അങ്ങനെയെങ്കിൽ ഈ സ്ഥലത്തിന് മേൽക്കുമേൽ അഭിവൃദ്ധിയുണ്ടാകും. പിറ്റേ ദിവസം രാവിലെ കാവിലെത്തിയ കാരണവർ ശൂലത്താൽ അടയാളപ്പെടുത്തിയ 3 രേഖകൾ കണ്ടു. തുടർന്ന് അവിടെ ചെറിയൊരു കോവിലുണ്ടാക്കി ഭഗവതിയെ കുടിയിരുത്തി. കൊടുങ്ങല്ലൂരിൽ വാഴുന്ന ലോകമാതാവായ ശ്രീ ഭദ്രകാളിയായിരുന്നു ആ ബാലികയെന്നാണ് വിശ്വാസം. വർഷങ്ങൾക്ക് ശേഷം ക്ഷേത്രം പുതുക്കുകയും കൈകളിൽ പള്ളിവാൾ, ത്രിശൂലം, അസി, ഫലകം എന്നിവ ധരിച്ച ചതുർബാഹുവായ ശ്രീ ഭദ്രകാളിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ദാരികവധത്തിനു ശേഷം വേതാളപ്പുറത്തിരിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠ. ദാരികവധത്തിനു ശേഷം ഭക്തജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഭദ്രകാളിയെ ഭക്തർ പൊങ്കാല നിവേദ്യം നൽകി സ്വീകരിക്കുന്നുവെന്ന് കരുതുന്നവരുമുണ്ട്. ഭദ്രകാളിയുടെ അവതാരമായി കണ്ണകിയെ സങ്കല്പിക്കപ്പെടുന്നു. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഭഗവതി കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്നു എന്നാണ് വിശ്വാസം. ആറ്റുകാൽ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീ ഭദ്രകാളിയാണ്. വടക്കോട്ടാണ് ദർശനം. ദാരികവധത്തിനു ശേഷം വേതാളപ്പുറത്തിരിക്കുന്ന ചതുർബാഹുവായ രൂപം ദാരു വിഗ്രഹമാണ്.
വരിക്കപ്ലാവിന്റെ കാതലിൽ തീർത്തതാണ് മൂലബിംബം. മൂലബിംബം ദാരുവായതിനാൽ അഭിഷേകം, അർച്ചന മുതലായവയെല്ലാം മുന്നിലുള്ള ചതുർബാഹുവായ പഞ്ചലോഹ നിർമ്മിത ബിംബത്തിലാണ് നടത്തുക. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി തുടങ്ങിയ ആദിപരാശക്തിയുടെ 3 പ്രധാന ഭാവങ്ങളിലും ആരാധിക്കപ്പെടുന്നുണ്ട്. അകത്തെ മണ്ഡപത്തിന് മുകളിലായി വേതാളാരൂഢയായ ശ്രീ ഭദ്രകാളിയുടെ മറ്റൊരു രൂപം ഗണപതി സുബ്രഹ്മണ്യ സമേതനായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ശാക്തേയ ഹൈന്ദവ വിശ്വാസപ്രകാരം വേഗം അനുഗ്രഹം ചൊരിയുന്നവളും സർവ ഐശ്വര്യങ്ങൾ പ്രദാനം ചെയ്യുന്നവളും ആപത്തുകളിൽ രക്ഷകയുമാണ് ഭഗവതി എന്നാണ് വിശ്വാസം. പ്രപഞ്ച സൃഷ്ടിയുടെ അടിസ്ഥാനം മഹാശക്തിയായ സ്ത്രീയാണ് എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് ശാക്തേയർ ജഗതീശ്വരിയും ആദിപരാശക്തിയുമായ കാളിയെ ആരാധിച്ചു തുടങ്ങിയത്. ശാക്തേയ സമ്പ്രദായത്തിൽ സ്ത്രീക്ക് നൽകുന്ന പ്രാധാന്യം ഇതിന് തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഭഗവതിയെ ആരാധിക്കുന്നവർ സ്ത്രീകളെ ബഹുമാനിക്കേണ്ടതുണ്ട് എന്നാണ് വിശ്വാസം. യാതൊരു കാരണവശാലും അവർ സ്ത്രീകളോട് മോശമായി പെരുമാറാൻ പാടില്ല എന്നാണ് ആചാരം. തെക്കേ ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീകളുടെയും ഭഗവതി ഭക്തരുടെയും പരാശക്തി ഉപാസകരുടെയും ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം കൂടിയായി ആറ്റുകാൽ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു. ആറ്റുകാലമ്മ സർവ അനുഗ്രഹദായിനിയും വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്നവളുമാണ് എന്നാണ് ഭക്തജന വിശ്വാസം. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉത്സവമാണ് പൊങ്കാല മഹോത്സവം. കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല ഉത്സവമായിട്ടാണ് ആറ്റുകാൽ പൊങ്കാല കണക്കാക്കപ്പെടുന്നത്. ലോകത്തിലെ സ്ത്രീകളുടെ ഏറ്റവും വലിയ കൂടിച്ചേരൽ കൂടിയായി ഇത് കണക്കാക്കപ്പെടുന്നു. അനന്തപുരിയുടെ ദേശീയ ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയപ്പെടുന്നത്. തിരുവനന്തപുരം നഗരത്തിന്റെ ഉത്സവമാണ് എങ്കിലും കേരളത്തിലെ മറ്റു ജില്ലകളിൽ നിന്നും, വിശിഷ്ട്യ തെക്കൻ ജില്ലകളിൽ നിന്നും, തമിഴ്നാട്ടിലെ കന്യാകുമാരി, തിരുനെൽവേലി അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നും, വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ദേവീഭക്തരും ശക്തി ഉപാസകരും ഇതിൽ പങ്കെടുക്കാറുണ്ട്. കുംഭമാസത്തിൽ കാർത്തിക നാളിൽ ഉത്സവം ആരംഭിച്ച് 10 ദിവസങ്ങളിലായി നടത്തുന്ന ചടങ്ങുകളിൽ പ്രധാനം പൂരം നാളും പൗർണമിയും ഒത്തുചേരുന്ന ദിവസം നടക്കുന്ന പൊങ്കാലയാണ്. പൊങ്കാലയ്ക്കായി ഭഗവതി തൻ്റെ മൂലകേന്ദ്രമായ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നിന്നും എത്തുന്നു എന്നാണ് വിശ്വാസം. അന്നേ ദിവസം ക്ഷേത്ര പരിസരത്തു നിന്നും ഏകദേശം 10 കിലോമീറ്ററോളം റോഡിന് ഇരുവശത്തും പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറയും. അതുകൊണ്ടുതന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിലും ഇടം നേടി. നന്ദി.